everyone, welcome to Commerce World. Calicut University second semester M.Com Advanced Corporate Accounting എന്ന സബ്ജക്റ്റ് ഇത്ത് ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന മൊഡ്യൂൾ ഇത്ത് നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമുക്ക് ഇതിൽ വരുന്ന നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് പ്രിഫറൻസ് ഷെയർസ് ആർ ഹെൽഡ് ബൈ ഹോൾഡിംഗ് കമ്പനി എന്നുള്ളത്. സോ ഇതിന്റെ മുന്നിൽ നമ്മൾ നോക്കിയത് ഇക്വിറ്റി ഷെയർസിന്റെ ഒരു സെർട്ടൈൻ പ്രൊപ്പോർഷൻ വന്നിട്ട് ഹോൾഡിംഗ് കമ്പനി എടുത്തിരുന്നെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. പക്ഷെ ഈ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുന്നത് ഇക്വിറ്റി ഷെയർസും ആസ് വെൽ ആസ് പ്രിഫറൻസ് ഷെയർസും, അതിൽ പ്രിഫറൻസ് ഷെയർസിന്റെ ഒരു സെർട്ടൈൻ പോർഷൻ വന്നിട്ട് ഹോൾഡിംഗ് കമ്പനി വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെയ്ഡ് അപ്പ് വാല്യൂ ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൈസ് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ്. അതായത് നമ്മളുടെ കോസ്റ്റ് ഓഫ് കൺട്രോളും ഗുഡ് വില്ലും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡിംഗ് കമ്പനി വന്നിട്ട് ഹെൽഡ് ചെയ്തിരുന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു ഫിക്സഡ് ഡിവിഡൻഡ് വന്നിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും അല്ലേ. ഒരു ഡേറ്റ് ഓഫ് അക്വിസിഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഡിവിഡൻഡ് കൂടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഗുഡ് വിൽ അക്കൗണ്ടിലോട്ടായിരിക്കും നമ്മളത് ട്രാൻസ്ഫർ ചെയ്യണത്. അതേപോലെ തന്നെ ഇതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർസിൽ പറയുന്നത്. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് വന്നിട്ട് നമ്മളുടെ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുക്കുന്നതല്ലാതെ ഔട്ട്സൈഡേഴ്സ് വന്നിട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മളുടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് the same will be included in the NCI by the amount of paid value of shares held എന്നായിരിക്കും നമ്മളെ കാണിക്കുന്നത്. അതായത് നമ്മളുടെ NCI കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിവിഡൻഡ് കൂടെ ആഡ് ചെയ്ത് കാണിക്കും എന്നുള്ളതാണ് നമ്മളുടെ NCI കാൽക്കുലേഷനിൽ നമ്മൾക്ക് വരുന്നത്. ഓക്കെ, സോ നമ്മൾക്കൊരു പ്രോബ്ലം നോക്കാം. On 1st April 2019, X Limited acquired 70% of equity shares and 40% of preference shares of Y Limited for 2,25,000 and 25,000 respectively. On the above date, the general reserves and surplus account Y Limited showed balance of 30,000 and 6,000 respectively. The statement of financial statement വന്നിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ 70% ഇക്വിറ്റി ഷെയർസും 40% പ്രിഫറൻസ് ഷെയർസും ആണ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അതിൽ നമ്മുടെ ഇക്വിറ്റി ഷെയർസിന് വന്നിട്ട് 2,25,000 പ്രിഫറൻസ് ഷെയർസിന്റെ 25,000 ആണ്. ലാസ്റ്റ് വന്നിട്ട് നമ്മളുടെ അക്കൗണ്ട് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ വൈ ലിമിറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ജനറൽ റിസർവും അതേപോലെ തന്നെ സർപ്ലസ് ആയിട്ട് 30,000 6,000 ആണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നമ്മളുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസിൽ നമ്മുടെ ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ആയിട്ട് നമുക്ക് 8 lakhും 2,50,000 പ്രിഫറൻസ് ആയിട്ട് 50,000, ദെൻ റിസർവ് ആയിട്ട് നമ്മൾക്ക് 1,90,000 35,000, ദെൻ സർപ്ലസ് ആയിട്ട് 80,000 26,000, കറന്റ് ലൈബിലിറ്റി ആയിട്ട് 1,80,000 39,000 ആണ് നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ അസറ്റ്സിന് നമ്മൾക്ക് ടാൻജിബിൾ നെറ്റ് അസറ്റ്സ് ആയിട്ട് 10 lakhും 4 lakhും, അതേപോലെ തന്നെ നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ വൈ ലിമിറ്റഡ് അറ്റ് കോസ്റ്റ് 2,50,000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. So, the share capital of Y Limited consists of 25,000 equity shares of 10 each and 500, 8% preference shares of 100 each. Prepare the consolidated statement of financial position as on 31st March 2020 എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻഫോർമേഷൻസ് പറയുന്നുണ്ട്. സോ നമുക്ക് പ്രോബ്ലം നോക്കാം. സോ ഇതിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഹോൾഡിംഗ് റേഷ്യോ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഹോൾഡിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസ് 70%, അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് 30%, അതായത് 7:3 എന്നുള്ള പെർസെന്റേജ് ആണ്. ദെൻ പ്രിഫറൻസ് ഷെയർസ് വന്നിട്ട് നമുക്ക് സോ അതിൽ ഇക്വിറ്റി ഷെയർസിന്റെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ 70% ഹെൽഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ 70:30% എന്നുള്ളതാണ്. സോ 7:3. ദെൻ പ്രിഫറൻസ് ഷെയർസിൽ വന്നിട്ട് 40% ഹെൽഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ 40:60 എന്നുള്ളതാണ്. സോ 4:6. ദെൻ അത് നമ്മൾ ഷോർട്ടൻ ചെയ്യുമ്പോൾ 2:3 എന്നുള്ളത് കിട്ടും. സോ 7:3 and 2:3 എന്നുള്ളതാണ് നമ്മളുടെ റേഷ്യോ ആയിട്ട് കിട്ടിയത്. ദെൻ നമ്മളുടെ കാൽക്കുലേഷൻ ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. സോ നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ടുണ്ടാകുമല്ലോ. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. സോ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 50,000 ആണ് നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ട് വരുന്നത്. സോ പ്രിഫറൻസ് ഷെയർസ് നമുക്കുള്ളത് 50,000 ആണ്. ആ 50,000 8% ആണ്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച് എന്നുള്ളത്. സോ ആ 8%ലൂടെയാണ് നമ്മളുടെ ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ നമുക്ക് 4,000 ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ട് വരുന്നത്.
ദെൻ ഷെയർസ് ഓഫ് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുമ്പോൾ 4000 2/5 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ 4000 നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ട് കിട്ടി. ആ 4000 നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണമല്ലോ. സോ 4000 2/5 1600 മൈനോറിറ്റിക്ക് വന്നിട്ട് 4000 3/5 ആയിട്ടുള്ള 2400 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് കാൽക്കുലേഷൻ. ദെൻ നമ്മളുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ആണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് നമ്മുടെ ബാലൻസിൽ നമുക്ക് എത്ര ഉണ്ടായിരുന്നത് 30,000 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സർപ്ലസിൽ വന്നിട്ട് 6,000 ആയിട്ട് 36,000 ആണ് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നത്. ഹോൾഡിംഗ് കമ്പനിക്ക് വന്നിട്ട് 36,000 7%, അതായത് 7/10 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ഇക്വിറ്റി ഷെയർസിന്റെ പെർസെന്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ 36,000 7/10 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ നമുക്ക് 25,200 ആണ് വരുന്നത്. അതേപോലെ തന്നെ മൈനോറിറ്റിക്ക് വന്നിട്ട് 36,000 3/10 ആണ്, 10,800 ആണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ആണ്. റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ബാലൻസ്, അതായത് നമ്മുടെ ജനറൽ റിസർവിൽ നമുക്ക് ബാലൻസ് ഉണ്ടാവുന്നത് എത്രയാണ് 35,000 ആണെന്ന് ബാലൻസ് ഷീറ്റിൽ പറയുന്നുണ്ടായിരുന്നു. 35,000 മൈനസ് 30,000. 30,000 എന്ന് പറയുന്നത് നമ്മൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 35,000 30,000 പോകുമ്പോൾ നമുക്ക് 5,000 ആണ് ഉള്ളത്. ദെൻ അതേപോലെ തന്നെ സർപ്ലസിൽ വന്നിട്ട് നമ്മൾക്ക് ബാലൻസ് ഷീറ്റിൽ 26,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 26,000 6,000 ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 6,000 മൈനസ് ചെയ്യുമ്പോൾ 20,000 ആണ്. അങ്ങനെ 25,000 ആണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്തിട്ടായിരിക്കും കാണിക്കേണ്ടത്. പ്രിഫറൻസ് ഡിവിഡൻഡ് നമുക്ക് 4,000 ഉണ്ടായിരുന്നു. സോ മൈനസ് ചെയ്യുമ്പോൾ 21,000 ആണ് നമുക്ക് വരുന്നത്. ദെൻ ഈ 21,000 നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. സോ ഹോൾഡിംഗ് കമ്പനിക്ക് 21,000 7/10, അതായത് 14,700, മൈനോറിറ്റിക്ക് വന്നിട്ട് 20,000 3/10, 6,300 ആണ് നമ്മുടെ റവന്യൂ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ. ദെൻ നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2,50,000 ആണ്. ദെൻ പ്രൊപ്പോസ്ഡ് ഫേസ് വാല്യൂ, അതായത് ഇക്വിറ്റി ഷെയർസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,75,000 ആണ് നമ്മൾക്ക് പ്രൊപ്പോർഷനേറ്റ് ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾക്ക് ഉള്ളത്. ഓക്കെ, സോ ഈ പ്രൊപ്പോർഷനേറ്റ് ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ 2,50,000 70% ആണ് നമുക്ക് 1,75,000 ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 70% ആണ് ഇക്വിറ്റി ഷെയർസിനുള്ളത് എന്നുള്ളത്. സോ ആദ്യത്തെ 70%, അതായത് 2,50,000 70% ആയിട്ട് 1,75,000 മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിന്റെ, അതായത് 50,000 പ്രിഫറൻസ് ഷെയർസ് 40% നമ്മൾ മൈനസ് ചെയ്യണം 20,000. ദെൻ അതേപോലെ തന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള 25,200 നമ്മൾ ഇതിന് മൈനസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ 1,75,000 20,000 25,200 മൈനസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ ആയിട്ട് നമ്മൾക്ക് 22,200 ആണ് വരുന്നത്. സോ നമ്മളുടെ 2,50,000 മൈനസ് ചെയ്യുമ്പോൾ 29,800 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. സോ ഇത് നമ്മൾ മൂന്നും പ്ലസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 2,20,200 ആണ് നമുക്ക് കിട്ടുന്നത്. സോ 2,50,000 മൈനസ് ചെയ്യുമ്പോൾ 29,800 ആണ് നമുക്ക് ഗുഡ് വിൽ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഇക്വിറ്റി ഷെയർസിന് വാല്യൂ ആണ്. സോ 2,50,000 70% നമ്മളുടെ ഹോൾഡിംഗ് കമ്പനിയാണ്. ബാലൻസ് ഉള്ള 30% വന്നിട്ട് മൈനോറിറ്റിക്കാണ്. സോ 75,000 ആണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ പ്രിഫറൻസ് ഷെയർ 60% അവർക്കാണ്. 50,000 60% എന്ന് പറയുമ്പോൾ 30,000. ദെൻ അതേപോലെ തന്നെ റവന്യൂ പ്രോഫിറ്റ് ആയിട്ടുള്ള 6,300, ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടുള്ള 10,800 നമ്മൾ ഇതിന് ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഡിവിഡൻഡ് ആയിട്ടുള്ള 2,400 നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 1,24,500 ആണ് നമ്മളുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. ദെൻ നമ്മളുടെ കമ്പൈനിങ് നോട്ട്സ് ആണ്. കമ്പൈനിങ് നോട്ട്സ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ വന്നിട്ട് നമ്മൾക്ക് 8 lakh ഷെയർ ക്യാപിറ്റൽ ആണ് വരുന്നത്. ഓക്കെ, 8 lakh ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് ജനറൽ റിസർവിൽ 1,90,000, സർപ്ലസ് ആയിട്ട് 80,000, അതേപോലെ തന്നെ സബ്സിഡറി കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റ് ആയിട്ടുള്ള 14,700 വരുന്നുണ്ട്. വൈ ലിമിറ്റഡിൽ നമ്മൾക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ്, അതായത് 1,600 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ആഡ് ചെയ്തിട്ട് 2,86,300 രൂപയാണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. ദെൻ നമ്മുടെ കറന്റ് ലയബിലിറ്റീസ് ആയിട്ട് എക്സ് ലിമിറ്റഡിൽ 1,80,000, വൈ ലിമിറ്റഡിൽ 39,000 ആയിട്ട് 2,19,000 ആണ് വരുന്നത്. ദെൻ ടാഞ്ചിബിൾ നെറ്റ് അസെറ്റ് ആയിട്ട് നമുക്ക് എക്സ് ലിമിറ്റഡിൽ 10 lakhും വൈ ലിമിറ്റഡിൽ 4 lakhും ആയിട്ട് 14 lakh ആണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പൈനിങ് നോട്ട്സ്. ദെൻ നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ആദ്യം ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ ആയിട്ട് ആദ്യത്തെ നോട്ട് 8 lakhും ദെൻ റിസോഴ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് 2,86,300 മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 4,500. ദെൻ അതേപോലെ തന്നെ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് നമുക്ക് 2,19,000 വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 14,29,800 നമുക്ക് ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അസറ്റ് സൈഡിൽ നമുക്ക് ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് 14 lakhും ഗുഡ് വിൽ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 29,800 ആയിട്ട് 14,29,800 നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് വന്നാൽ ചെയ്യേണ്ടത്. ഓക്കെ, പ്രിഫറൻസ് ഡിവിഡൻറ്റും കൊടുത്തിട്ട് അത് നമ്മുടെ മൈനോറിറ്റിക്ക് ഉണ്ടെങ്കിൽ മൈനോറിറ്റിക്കും കൊടുത്തിട്ടായിരിക്കണം നമ്മൾ